എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമിസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ വീണ്ടും മാറ്റിവെച്ച് പരീക്ഷ ഭവൻ ഉത്തരവായി. പുതിയ ഡേറ്റ് വന്നിട്ടുണ്ട്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനമറിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമിസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് വീണ്ടും പരീക്ഷകൾ മാറ്റിവെച്ചു. അന്ന് നമ്മൾ 23-24 തീയതികളിലെ പരീക്ഷകൾ യഥാക്രമം ജൂലൈ മാസം 4-7 തീയതികളിൽ നടത്തുമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും കുറച്ച് പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ, അതുപോലെ തന്നെ വിദൂര വിഭാഗം പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉൾപ്പെടെ ജൂൺ മാസം 25 കഴിഞ്ഞ ആഴ്ച മാറ്റിവെച്ചത് ജൂൺ മാസം 23-24 തീയതികളിലെ പരീക്ഷകളായിരുന്നെങ്കിൽ ജൂൺ മാസം 25 നടത്താൻ നിശ്ചയിച്ച റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് വിദൂര വിഭാഗം പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉൾപ്പെടെ രണ്ടാം സെമിസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ജൂൺ മാസം 25 നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും യഥാക്രമം ജൂലൈ 8 നടക്കും. വിശദമായ പരീക്ഷാ വിജ്ഞാപനം യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ്. ഇപ്പോൾ ആദ്യം പരീക്ഷകൾ മാറ്റിവെച്ചത് ജൂൺ മാസം 23-24 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും യഥാക്രമം ജൂലൈ 4-7 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചു. ഇപ്പോൾ ജൂലൈ മാസം 25 നടത്താൻ നിശ്ചയിച്ച രണ്ടാം സെമിസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ യഥാക്രമം ജൂലൈ മാസം 8 നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷാ ഭവൻ ഉത്തരവിറക്കി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രിപ്റ്റ്. ബൈ.